മാനിഫോൾഡ് വൈപ്പ് കസ്റ്റം മെയ്ഡാണ് ഈ ബെൻഡ്. ഇതായിരുന്നു നമ്മുടെ പഴയ കാർബറേറ്റർ. ഈ കാർബറേറ്ററിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി തിരിച്ചാലേ സ്റ്റാർട്ടാവില്ല, അതാണ് പ്രശ്നം. ഹായ് ഗൈസ്, നമ്മളിന്ന് ഇരിച്ചേക്ക് സ്റ്റാർട്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. കുറച്ച് അല്ലറ പണിയും പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണല്ലോ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഡ്രീം വിയുടെ കാർബറേറ്റർ കയറ്റിയിട്ടുണ്ട്. ഇതിൽ കാർബറേറ്റർ മാറ്റി കാർബറേറ്റർ കയറ്റിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഇതിന് വരുന്ന കാർബറേറ്റർ ചെരിച്ച് വേണം എടുക്കാൻ. അത് കാരണം നമ്മൾ അതൊരു മടുപ്പായതുകൊണ്ട് നമ്മൾ ഈ കാർബറേറ്റർ കയറ്റിയിരിക്കുക. അത് ഡയറക്റ്റ് ഫിറ്റല്ല, അത് കുറച്ച് ഇവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മൾ ഇതിൻ്റെ കേബിൾ ഇടുന്ന പരിപാടിയാണ്, ആക്സിലേറ്റർ കേബിൾ. അതിൻ്റെ നീളം കുറച്ച് കുറവാണ്, അതുകൊണ്ട് എൻഡ് കുറച്ച് കട്ട് ചെയ്യണം. അതിനുവേണ്ടി കട്ട് ചെയ്യാൻ പോകണം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് കയറ്റിയിടുന്നത് കാണാം. ഏകദേശം ഒരു 6 മാസമായിട്ട് എടുക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി കുറച്ച് സ്റ്റാർട്ടാവാൻ കുറച്ച് ലാഗും കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും സീനില്ല, നമ്മൾ സ്റ്റാർട്ടാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. ടാങ്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഇതുകൊണ്ട് ടാങ്കൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ടാങ്ക് വെക്കുന്നിടത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് വെൽഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. വെൽഡിങ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഇരിക്കത്തില്ല. അതിന് വേണ്ടി ചെയ്താണ്. ഈ മാനിഫോൾഡ് വൈപ്പ് കസ്റ്റം മെയ്ഡാണ് ഈ ബെൻഡ്. നമ്മളങ്ങനെ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ആക്സിലേറ്റർ കേബിൾ ഏകദേശം ഒരു 2 ഇഞ്ചോളം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര ഉള്ളായിരുന്നു, അത് ഇത്രയും വേണ്ടി കട്ട് ചെയ്ത് കുറച്ച് പാടായിട്ടുണ്ട്. പക്ഷേ വലിയ സീനില്ല. കേബിളിന് വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്നാൽ ഇടാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ പുതിയ കേബിൾ ഫ്രണ്ടിൽ കൂടെ വിട്ടിട്ടുണ്ട്. പുറകിലേക്ക് ടേപ്പ് ചുറ്റി പഴയ കേബിളിനെ ജോയിൻ ചെയ്ത് ഇതിനകത്തോടെ തന്നെ വിട്ടിട്ടുണ്ട്. അല്ല ഭയങ്കര പാടാണ് അത് കയറ്റി വിടാം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്നാലും ഇതിൻ്റെ അറ്റത്തെ കൊടുത്ത് ഇത് കാർബറേറ്ററിനകത്ത് തന്നെ സെറ്റ് ചെയ്തേക്കാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നുള്ള ഇത് കാർബറേറ്ററിനകത്ത് ഇട്ട് സെറ്റ് ചെയ്തേക്കാം. അങ്ങനെ ആക്സിലേറ്റർ കേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ക്ലാമ്പ് പിടിപ്പിച്ച് ഇങ്ങനെ ടൈറ്റാക്കി വെച്ചാൽ കറക്റ്റായിട്ട് ഇനി നിന്നോളും. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കോഡുകാരൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കോയിലിൽ നിന്ന് പ്ലഗയിലോട്ട്. ഇനി നമുക്ക് സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി നോക്കാം. പെട്രോൾ ശകലം കുറവാണ്, നമ്മളത് കാരണം പെട്രോൾ ഇപ്പം കുറച്ച് കൂട്ടണം. ഇതിനകത്ത് പെട്രോൾ ഇല്ല. ഇതായിരുന്നു നമ്മുടെ പഴയ കാർബറേറ്റർ. ഈ കാർബറേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ചെരിച്ചാലേ സ്റ്റാർട്ടാവുള്ളൂ, അതാണ് പ്രശ്നം. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ കാർബറേറ്റർ മാറ്റിയത്. ഇതതിൻ്റെ പഴയ എയർ ഫിൽറ്ററാണ്. ഓക്കെ, ഇനി പെട്രോൾ മേടിച്ച് ഒഴിച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. ഏകദേശം ഒരു 1/2 ലിറ്ററോളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഐഡിലും കൂടെ സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറ പണിയും കൂടെ കഴിഞ്ഞ് പെയിൻറ്റ് മേടിച്ച് ഇറക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇന്നത്തെ കുറച്ച് ഐഡിലിങ്ങിൻ്റെ സീനുണ്ട്, അതുകൂടെ സെറ്റ് ചെയ്യണം.